ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഇന്ന് ആകാശവാണിയുമായുള്ള അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജ് അധ്യാപകനും പ്രക്ഷേപകനുമായിരുന്ന പ്രൊഫസർ കെ.വി. തോമസ്. പണ്ടുമുതലേ കോഴിക്കോട്ടെ 2 സ്ഥാപനങ്ങളാണ് കോഴിക്കോട് ആകാശവാണിയും അതുപോലെ തന്നെ മാതൃഭൂമിയും. ഒരുപാട് എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമൊക്കെ ഈ സാംസ്കാരിക സ്ഥാപനങ്ങളിൽ പല കാര്യങ്ങൾക്കായിട്ട് വരാറുണ്ട്. കോഴിക്കോട് ആകാശവാണിയുടെ ബന്ധപ്പെട്ടിട്ട് തോമസ് മാഷ് ഓർമ്മകൾ എങ്ങനെയാണ്? ഞാൻ 1983 കോഴിക്കോട്ട് എത്തുന്നത്, മലബാർ ക്രിസ്ത്യൻ കോളേജിലെ അധ്യാപകനായിട്ട്. ഇവിടെ എത്തി ഒരു 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കൊരു കോൺട്രാക്റ്റ് കിട്ടുകയാണ്. വിദ്യാഭ്യാസ രംഗത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ ബാലസാഹിത്യത്തെപ്പറ്റി സംസാരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് ഞാൻ തിരുവനന്തപുരത്തും മറ്റുമൊക്കെ മറ്റ് ചില പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇങ്ങനെ ഒരു സംഗതി ആദ്യമായിട്ടായിരുന്നു. ഏതായാലും ഞാൻ ഒരു ടോക്ക് 15 മിനിറ്റ് ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അത് തയ്യാറാക്കി കൊണ്ടുവന്ന് എ പി മെഹ്റലി ആയിരുന്നു എൻ്റെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. എ പി മെഹ്റലിയും അബ്ദുള്ള നന്മണ്ടയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെയാണ് തുടക്കം. ഞാനിപ്പോഴും ഓർക്കുന്നു, 50 രൂപയാണ് അതിന് പ്രതിഫലം കിട്ടിയത്. പിന്നീട് തുടർച്ചയായിട്ട് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എന്നുള്ള അത് 3 മാസത്തിൽ ഒന്നോ മറ്റോ ആണ് അത് വരിക. വിദ്യാഭ്യാസ രംഗം. അത് കഴിഞ്ഞാൽ അധ്യാപകർക്ക് വേണ്ടി. അപ്പോൾ ഇത് വളരെ കാലത്തേക്ക് തുടർന്നു. ഇപ്പോഴാ പരിപാടി ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴത് രാത്രി 9-16 കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് മാറിയിട്ടുണ്ട്. ശരി. പ്രത്യേകിച്ച് സ്കൂൾ സിലബസ്, അതുപോലെ തന്നെ പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള 10ാം ക്ലാസ് പരീക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള വിജയവാണി എന്നുള്ള പേരിലാണ് ഈ വിദ്യാഭ്യാസ രംഗം ഇപ്പോൾ പോകുന്നത്. ഇത് പലപ്പോഴും എനിക്ക് രസമുള്ളതായിട്ട് വെച്ചാൽ ഇതൊക്കെ അധ്യാപകരോ വിദ്യാർത്ഥികളോ മാത്രമേ കേൾക്കുന്നുണ്ടാവൂ എന്നുള്ള ഒരു ധൈര്യത്തിലാണ് എൻ്റെ തട്ടുകൾ പലതും. അപ്പോൾ ആ ഇടയ്ക്ക് ഒരിക്കൽ ഞാൻ കുറ്റിപ്പുറത്ത് എം ഗോവിന്ദൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ മാഷ് എന്നോട് പറഞ്ഞു, തൻ്റെ പ്രഭാഷണം കേട്ടോ, അത് കവിതയെ സംബന്ധിച്ച് എന്തോ ആയിരുന്നു, നന്നായിരുന്നു കേട്ടോ. അതുമുതൽ എനിക്ക് വളരെ ഒരു ജാഗ്രത വന്നു. കാരണം ഇത് അങ്ങനെ നമ്മൾ വെറുതെ അരസമായിട്ട് ഇത് ചെയ്യാൻ പാടില്ല, വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് നമ്മൾ വിചാരിക്കാത്ത ആളുകളും ഇതിൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്നിരിക്കും എന്നുള്ള ആ ഒരു സ്വയം ഒരു താക്കീത് ചെയ്യാൻ ആ ഒരു സംഗതി എനിക്ക് ഉപകരിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ കോഴിക്കോട് ആകാശവാണിയായിട്ട് ഇവിടുത്തെ കോഴിക്കോട് ആകാശവാണി ആയിട്ട് ഞാൻ പറഞ്ഞില്ല 83 മുതലാണ്. വാസ്തവത്തിൽ ആകാശവാണിയായിട്ടുള്ള ബന്ധം തുടങ്ങുന്നത് അതിന് ഒരു 5-6 വർഷം മുമ്പാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചങ്ങനാശ്ശേരിയിലാണ് ഞാൻ പഠിച്ചത്. അപ്പോൾ ഒരു ആകാശവാണി ഒരു ക്വിസ് മത്സരം നടത്തി. അതിൽ എന്നെ ക്ഷണിച്ചത് എങ്ങനെയാണെന്ന് ഇപ്പോൾ എനിക്കറിയില്ല. ഏതായാലും എനിക്കൊരു ക്ഷണം കിട്ടി. ഞാൻ അതിൽ മത്സരത്തെ കോളേജിൽ നിന്ന് അയച്ചതോ മറ്റാണെന്ന് എനിക്ക് തോന്നുന്നു. എസ് ബി കോളേജിലാണ്. അങ്ങനെ ആ മത്സരത്തിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് എനിക്ക് മലയാള ഭാഷയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷനായിരുന്നു. അതിൽ യുവവാണിയുടെ പ്രോഗ്രാം ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പം അന്ന് അതിന് തിരുവനന്തപുരത്ത് ചെന്നു. അപ്പോൾ അതിൽ എനിക്ക് 1ാം സ്ഥാനം കിട്ടിയ ഈ ക്വിസ് കോമ്പറ്റീഷൻ. അപ്പോൾ ആ ഇടയ്ക്ക് തന്നെ ഞാൻ ഒരു കഥ ആകാശവാണി യുവാണിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് അതിൻ്റെ പ്രോഗ്രാം കോർഡിനേറ്ററായിരുന്ന VG മാത്യൂസ് എന്ന് പറയുന്നത് ആൾ പറഞ്ഞു, ഇയാളുടെ കഥ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അടുത്ത് തന്നെ റെക്കോർഡിംഗ് ഉണ്ടാകുന്നു. അതുകൊണ്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പം അതിൻ്റെ റെക്കോർഡിങ്ങിന് കോൺട്രാക്റ്റ് വന്നു. 6 മിനിറ്റാണ് കഥ. ഞാനിപ്പോഴും ഓർക്കുന്നത് കഥയുടെ പേര് മൃത്യുഞ്ജയം എന്ന് പറഞ്ഞാൽ. ഞാൻ പിന്നീട് അധികം കഥകളൊന്നും എഴുതിയിട്ടില്ല, അത് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു കഥയാണ്. ഏതായാലും ഇതവിടെ ചെന്നു. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മറ്റേ ക്വിസ് മത്സരത്തിന് പോയപ്പോൾ നമുക്ക് പിന്നെ റെക്കോർഡിങ്ങിൻ്റെ വേവലാതികളൊന്നുമില്ല. ഇതിപ്പോൾ ഒരൊറ്റ മുറിയിൽ ഞാൻ തനിച്ചൊരു മൈക്കിൻ്റെ മുമ്പിൽ അവിടെ പിന്നെ ഇങ്ങനെ ഒറ്റപ്പെട്ടിരിക്കുകയാണ്. ആരുമില്ല, എന്ത് വേണമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞ ഒരു പച്ച ലൈറ്റ് കത്തുമ്പോൾ വായിച്ചു തുടങ്ങുക, ചുവന്ന ലൈറ്റ് കത്തുമ്പോൾ നിർത്തുക എന്നാണ്. വേറെ ഒരു വിവരവും എനിക്കില്ല. എനിക്കാണെങ്കിൽ അങ്ങനെ റെക്കോർഡിങ്ങിൻ്റെ പരിചയമില്ല. ഞാനൊരൊറ്റ ശ്വാസത്തിൽ ഈ കഥ അങ്ങ് വായിച്ച് തീർത്തു. അപ്പോൾ 6 മിനിറ്റ് വേണ്ട കഥ 4-4.5 മിനിറ്റ് കൊണ്ട് തീർന്നു. ഇത് പ്രക്ഷേപണം ചെയ്ത് കേട്ടപ്പോൾ വലിയ സന്തോഷമാണ്. കാരണം അന്നൊന്നും എല്ലായിടത്തും റേഡിയോ ഒന്നുമില്ല. അത് ഒരു കടയിൽ പോയി ഇന്ന്
ഞാൻ അടുത്തത് KV തോമസ് അവതരിപ്പിക്കുന്ന കഥ എന്നെല്ലാം പറഞ്ഞ് മൃത്യുഞ്ജയം എന്നെല്ലാം പറഞ്ഞിട്ട് ഇങ്ങനെ വരുമ്പോൾ ഞാൻ വളരെ അഭിമാനത്തോടെ നിൽക്കുക. പക്ഷേ ഇത് പ്രക്ഷേപണം ചെയ്ത് കേട്ടപ്പോൾ എൻ്റെ ഗ്യാസ് മുഴുവൻ പോയി. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ച രീതിയിലല്ല, എൻ്റെ വായന വളരെ മോശമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാനൊരു പാഠം പഠിച്ചു, റെക്കോർഡ് ചെയ്യുമ്പോൾ എങ്ങനെ വായിക്കരുത് എന്ന്. കാരണം എന്തൊക്കെയാണൊരു വായനയിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് എനിക്ക് അന്ന് മനസ്സിലായി. പിന്നീട് ഇതൊക്കെ തിരുവനന്തപുരം ആകാശവാണിയിലാണ്. തിരുവനന്തപുരം ആകാശവാണിയിൽ പലപ്പോഴും അവിടുത്തെ യുവവാണിയിൽ പിന്നെ വനിതാരംഗോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്ന ചിലപ്പോൾ കവിതകളാണ് അധികം അയച്ചു കൊടുക്കല്, അവരെവിടെയും ഇടും. അപ്പോൾ അതിന് ഞാൻ പോവേണ്ടി വന്നിട്ടില്ല, അത് അവരാരെങ്കിലും ഒക്കെ വായിച്ച്. എങ്കിലും പ്രതിഫലം അന്നൊക്കെ 25 രൂപയൊക്കെ ആയിരുന്നു പ്രതിഫലം കിട്ടും. ഇത് അയച്ചു കൊടുത്താൽ ചെന്നാൽ പിന്നെ വണ്ടിക്കൂലിയും കൂട്ടി കുറച്ചൊരു സംഖ്യ 75 രൂപ കിട്ടും. അപ്പോൾ ഈ 25 രൂപയൊക്കെ കിട്ടുക എന്ന് പറഞ്ഞാൽ അന്ന് വലിയ ഒരു സന്തോഷം പഠിക്കുന്ന കാലത്ത്. അപ്പോൾ ആദ്യമായിട്ട് കിട്ടിയ പ്രതിഫലം. പിന്നെ ആകാശവാണിയുടെ തന്നെ യോജന എന്ന് പറഞ്ഞൊരു മാസികയുണ്ട്, അതിലും കവിതയൊക്കെ പ്രസിദ്ധീകരിക്കും. അതിന് ഞാൻ എഴുതിയിട്ടുണ്ട് യോജന. അന്ന് യോജന മാസികയിലെ ഒരു പരസ്യം കണ്ടിട്ടാണ് ഞാൻ ആകാശവാണിയിൽ അത് PG പഠിക്കുമ്പോൾ ഒരു ഉദ്യോഗത്തിന് അപേക്ഷിച്ചു. പോർട്ട് ബ്ലെയറിലെ റേഡിയോ നിലയത്തിലേക്ക് ഒരു അനൗൺസറെ ആവശ്യമുണ്ട്. ഇതിന് അപേക്ഷ അയച്ചു. അന്ന് മുതൽ ഈ പോർട്ട് ബ്ലെയറിനെ പറ്റി ഉള്ള ഗവേഷണം ആരംഭിച്ചു. ലൈബ്രറി കിട്ടാവുന്ന വിവരങ്ങൾ മുഴുവൻ അവിടുത്തെ ആദിവാസി സമൂഹത്തെപ്പറ്റി ഒക്കെ ഇങ്ങനെ വായിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു റിട്ടേൺ ടെസ്റ്റിനുള്ള ഇത് വന്നു. റിട്ടേൺ ടെസ്റ്റ് എഴുതി തിരുവനന്തപുരത്ത്. റിട്ടേൺ ടെസ്റ്റിലെ ഒരു ചോദ്യം ഇതായിരുന്നു, ജനഗണമന തന്നിട്ട് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. അപ്പോഴാണ് എടാ ഇത് എന്തു ഭാഷയാണെന്ന് ആലോചിക്കുന്നത്. അതുവരെ നമ്മുടെ ദേശീയഗാനം എന്ത് ഭാഷയാണെന്ന് പോലും മനസ്സിലാക്കാതെ തന്നെ നമുക്കത് ഹൃദയസ്ഥമായിരുന്നു. അപ്പോഴാണ് ഇതൊരു മറ്റു ഭാഷയിലാണെന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായത്. എന്തായാലും എനിക്ക് അന്ന് തൃപ്തികരമായി തോന്നുന്ന വിധത്തിൽ ഞാൻ അതും ട്രാൻസ്ലേറ്റ് ചെയ്തു. അങ്ങനെ പല ചോദ്യങ്ങളുണ്ടായിരുന്നു അതിൽ. ഏതായാലും റിട്ടേൺ ടെസ്റ്റിൽ ഞാൻ പാസ്സായി. ഇപ്പോഴും എൻ്റെ എല്ലാ ടെലഗ്രാം ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ട്. അത് അടുത്ത കാലത്ത് ഞാനത് ഫേസ്ബുക്കിൽ വിട്ടിരുന്നു. കാരണം ഇപ്പോഴത്തെ ആൾക്കാർക്ക് ടെലഗ്രാം എന്ന് പറഞ്ഞ സാധനം തന്നെ ഇപ്പോൾ ഇല്ല. അങ്ങനെ വോയിസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം. ഈ കുറേ വാക്കുകളൊക്കെ തന്നിട്ട് ഉച്ചാരണം അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ. അത് കഴിഞ്ഞിട്ടാണ് ഇൻ്റർവ്യൂ വളരെ രസകരമായിരുന്നു. അപ്പം ഞാൻ ഈ പോർട്ട് ബ്ലെയറിനെ പറ്റിയും ആദിവാസി സമൂഹത്തെ പറ്റിയും വളരെ ഗവേഷണം നടത്തിയിട്ടാണ് ചെല്ലുന്നത്. ഇൻ്റർവ്യൂവിന് ഇരിക്കുന്നത് NV കൃഷ്ണവാര്യർ, പ്രൊഫസർ N കൃഷ്ണപിള്ള, പിന്നെ അവിടുത്തെ പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന ശിവശങ്കരൻ തിരുവനന്തപുരത്ത്. അപ്പോൾ കൃഷ്ണവാര്യരാണ് ചോദിച്ചു തുടങ്ങിയത്, ഇപ്പോൾ എന്ത് ചെയ്യുന്നു? ഞാൻ പറഞ്ഞിങ്ങനെ മലയാളം MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏതൊക്കെയാണ് പുസ്തകം പഠിക്കാനുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞ് മഗ്ദലന മറിയുണ്ട്, അതിൽ നിന്ന് ഒരു 4 വരി ചൊല്ലാമോ? ഞാൻ ചൊല്ലി. ധ്യാനം കൊണ്ട് ആത്മാവെ ആത്മാവിൽ കണ്ടുകൊണ്ട് അനന്തലീലനായി കന്യാപുത്രൻ വൻതപം ചെയ്ത് ഹിമാലയ സാനുവിൽ അന്തകസൂദന സ്വാമി പോലെ. ഇപ്പം കൃഷ്ണ ചോദിച്ചു, എന്താ ഈ അന്തകസൂദന സ്വാമി? പറഞ്ഞു, ശിവൻ കാലനെ നിഗ്രഹിച്ചു എന്നുള്ള സങ്കല്പത്തിൽ നിന്നുണ്ടായതാണ് അന്തകസൂദനൻ. അന്തകം എന്ന് പറഞ്ഞാൽ കാലനാണ്. എന്താണ് സങ്കല്പത്തിൻ്റെ അർത്ഥം? ഭഗവാനെ. ഞാൻ കിണിഞ്ഞു. ഞാൻ ഈ പോർട്ട് ബ്ലെയറിലെ ആദിവാസി സമൂഹത്തെ പറ്റി പഠിക്കാൻ പക്ഷെ വിടാൻ പറ്റില്ലല്ലോ, നമ്മുടെ നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. പെട്ടെന്ന് എനിക്കൊരു സയൻസിൻ്റെ ഒരു ചെറിയ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഞാൻ ഡിഗ്രിക്ക് സയൻസായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ശിവൻ കാമത്തെ നിഗ്രഹിച്ചവനാണ്. കാമത്തെ നിഗ്രഹിച്ചാൽ കാലത്തെയും നിഗ്രഹിക്കാം. അതിൻ്റെ അടിസ്ഥാനം ആപേക്ഷികതാ സിദ്ധാന്തമാണ്. അത് ഞാൻ കുറച്ച് വായിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല എപ്പോഴോ ആൽബർട്ട് ഐൻസ്റ്റൈനെ പറ്റി ഒരു പുസ്തകം പഠിക്കാനും ഉണ്ടായിരുന്നു, 10ാം ക്ലാസ്സിൽ മറ്റോ പഠിക്കുമ്പോൾ. അതിൽ പിന്നെ എനിക്ക് താല്പര്യമുള്ള ഒരു വിഷയമാണ്. കാരണം ആൽബർട്ട് ഐൻസ്റ്റൈൻ തന്നെ പറയും, നമ്മൾ ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്ത സമയം പോകുന്നത് അറിയില്ല. ഇച്ഛയുടെ സ്വഭാവം അനുസരിച്ച് കാലാനുഭവം മാറുമെന്ന് ഞാൻ അപ്പോഴത്തെ ഒരു ബുദ്ധിക്ക് അങ്ങ് വിവരിച്ചതാ. പിന്നെ ജേർണലിസത്തെ പറ്റിയും ഒറ്റ ചോദിച്ചു. അതുപോലെ തന്നെ കൃഷ്ണപിള്ള സാറും എന്തൊക്കെയോ ഭാഷാപരമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. നമ്മൾ എവിടുന്ന് വരുന്നു, നമ്മുടെ എന്തായിരിക്കുന്നു, പഠിക്കുന്ന വിഷയത്തിൽ എത്രത്തോളം ഗ്രാഹ്യമുണ്ടെന്നുള്ളതാണ് അവരൊക്കെ അന്വേഷിച്ചത്. പിന്നെ കൃഷ്ണാര് ചോദിച്ച വേറൊരു ചോദ്യം, ആകാശവാണിയുടെ സംസ്കൃതം ന്യൂസ് ബുള്ളറ്റിൻ കേൾക്കാറുണ്ടോ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായിട്ടൊന്നുമല്ല, കേൾക്കാറുണ്ട്. ശരിയാ, ഉണ്ടെന്നുള്ള പറഞ്ഞത് സത്യമാണ്. അതെങ്ങനെയാണ് തുടങ്ങുന്നത്? ഞാൻ ഇപ്പോഴും മറക്കുന്നുണ്ട്. ആകാശവാണി സമ്പ്രതി വാർത്താ ശ്രീയന്ത പ്രവാചക ബലദേവാനന്ദ സാഗര. ഇത് തമാശ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അന്ന് ബലദേവാനന്ദ സാഗരൻ്റെ വാർത്ത വായിക്കുന്നത്. അദ്ദേഹം ഈ അടുത്ത കാലം വരെ വാർത്ത വായിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഇത്രയോ വർഷം, 50 വർഷമായി തുടർച്ചയായിട്ട് കേട്ടിരുന്ന ഒരു ശബ്ദമാണ്. അപ്പോൾ അത് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അത് കേട്ടത് അവിടെ ഇരുന്ന് ചിരിച്ചു കൃഷ്ണൻ. ഏതായാലും വളരെ രസകരമായിരുന്നു. ഇൻ്റർവ്യൂ ആയിരുന്നില്ല, അതൊരു ബൗദ്ധികമായ ഒരു ആശയവിനിമയമാണ് അവിടെ നടന്നത്. അത് ഞാൻ ഒരിക്കലും മറക്കാത്തൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എനിക്ക് അന്ന് 2ാം സ്ഥാനമാണ് കിട്ടിയത് ഇൻ്റർവ്യൂവിൽ. അതുകൊണ്ട് പോർട്ട് ബ്ലെയറിൽ പോകേണ്ടി വന്നില്ല. 1ാം സ്ഥാനം കിട്ടിയത്
മധു മഞ്ജുളാലയം എന്ന് പറയുന്ന എഴുത്തുകാരനാണ്. അതെ അദ്ദേഹം പോർട്ട് ബ്ലെയറിൽ പോയി, പിന്നെ അദ്ദേഹം ആ കാലത്തിൽ മരിക്കുകയും ചെയ്തു. മഞ്ജുളാലയം അദ്ദേഹത്തിൻ്റെ സഹോദരൻ എനിക്കറിയാം, MR മനോഹരവർമ്മ. അദ്ദേഹം പിന്നെ പോർട്ട് ബ്ലെയറിൽ തിരിച്ചു വന്നോന്ന് എനിക്ക് സംശയമുണ്ട്. ഏതായാലും അതും അദ്ദേഹം ആ കാലത്തിൽ മരിച്ചു. എനിക്ക് താൽക്കാലികമായിട്ട് നിയമനം കിട്ടി തിരുവനന്തപുരത്ത്. ആദ്യം ട്രെയിനിങ്ങിന് ചെല്ലാൻ വിളിച്ചു. അപ്പം എനിക്കിഷ്ടമാണ് ആ ജോലി. അപ്പോൾ ഒരു ചെറിയ സംഗതി, ഞാനപ്പോഴേക്ക് MA എൻ്റെ പരീക്ഷയെല്ലാം കഴിഞ്ഞിരുന്നു. ഞാൻ ചങ്ങനാശ്ശേരി SP കോളേജിൽ എനിക്ക് ലെക്ചറായിട്ട് ഉദ്യോഗം കിട്ടി. അത് താൽക്കാലികമാണ്, ഒരു ലീവ് വേക്കൻസിയിലാണ്. ഇതും താൽക്കാലികമാണല്ലോ. പിന്നെ ഏത് താൽക്കാലികം സ്വീകരിക്കണമെന്നുള്ള ഒരു സന്ദേഹമുണ്ടായി. ഞാൻ നേരെ തിരുവനന്തപുരത്തിന് വെച്ചടിച്ചു. അവിടെ ചെന്ന് ഈ നേരത്തെ പറഞ്ഞ പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശിവശങ്കരൻ സാറിനെ കണ്ടു. അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം തേടി. ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്, എനിക്കിങ്ങനെ 2 താൽക്കാലികം കിട്ടിയിട്ടുണ്ട്. പുള്ളി ഇതെല്ലാം കൂടെ വെച്ച് കണക്കൂട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ആ കോളേജിലെ ഉദ്യോഗം സ്വീകരിക്കുന്നതായിരിക്കും നല്ലത്. ഇത് താൽക്കാലികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി തീരും അതിൻ്റെ ഭാവിയെന്ന് പ്രവചിക്കാൻ പറ്റുകയില്ല. ഒരുപാട് ഘടകങ്ങളെ ആശ്രയിച്ചായിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കോളേജിൽ ചേർന്നാൽ അതിൻ്റെ ക്ലെയിം അവിടെ കിടക്കും. പിന്നീട് ഒരു വേക്കൻസി ഉണ്ടായാൽ നിങ്ങൾക്ക് ഉദ്യോഗം ഉറപ്പാണ്. അത് സ്വീകരിക്കുന്നതാണ് നല്ലത്. ഇവിടെ ആകാശവാണിയിൽ എപ്പം വേണമെങ്കിലും വന്നിട്ട് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാമല്ലോ. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ പ്രോഗ്രാം ചെയ്യാൻ വേറെ വകുപ്പുകളുണ്ട്. അപ്പോൾ അത് സ്വീകരിക്കുകയായിരിക്കും ഉചിതം എന്ന് ശിവശങ്കരൻ സാർ അന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ SB കോളേജിലെ ജോലി പോയി സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതാണ് ഈ ആകാശവാണിയായിട്ടുള്ള ആ ബന്ധം തുടങ്ങുന്നത്. ആകാശവാണിയുമായുള്ള തന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയായിരുന്നു മലബാർ ക്രിസ്ത്യൻ കോളേജ് അധ്യാപകനും പ്രക്ഷേപകനുമായിരുന്ന പ്രൊഫസർ KV തോമസ്. തുടർന്നുള്ള ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം. പ്രക്ഷേപണത്തിന്റെ 75 സംവത്സരങ്ങൾ പിന്നിടുന്ന ആകാശവാണി കോഴിക്കോട് നിലയത്തെക്കുറിച്ചുള്ള ഓർമ്മകളുമായി ഒരു പരമ്പര. ഓർമ്മയുടെ അറകൾ. ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ.